പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊക്കെയും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നു നാം വിശുദ്ധ നോമ്പിൻ്റെ 11ാം ദിവസത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വിശുദ്ധ നോമ്പ് കാലം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന കാലമാണ്. ആത്മപരിശോധനയുടെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, അനുതാപത്തിൻ്റെ കാലം. ഇന്നത്തെ നമ്മുടെ ധ്യാനവാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 48-ാം വാക്യം. നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന വാക്യമാണ്. ആമേൻ. നമുക്ക് ചിന്തിക്കാം, ഈ വാക്കുകൾ യേശു ആരോട് പറഞ്ഞു? ഒരു രാജസേവകന്റെ ഹൃദയത്തിലേക്കാണ് യേശു തമ്പുരാന്റെ ഈ വാക്കുകൾ പതിക്കുന്നത്. അവന്റെ മകൻ രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ചു കിടക്കുകയായിരുന്നു. അവൻ യേശുവിനെ സമീപിച്ചു. അവന്റെ അപേക്ഷ, എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്നതായിരുന്നു. പക്ഷേ യേശു തമ്പുരാൻ അവന്റെ അഭ്യർത്ഥന കേട്ടയുടനെ അത്ഭുതം ചെയ്യുകയല്ല അവിടെ ഉണ്ടായത്. മറിച്ച് അവൻ ആദ്യം അവന്റെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു തരത്തിൽ ഒരു കുറ്റപ്പെടുത്തലാണ്. എന്നാൽ ഇതൊരു ആത്മപരിശോധനയുടെ വിളിയുമാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? ദൈവം പ്രാർത്ഥന കേട്ടാൽ മാത്രം വിശ്വാസം, അല്ലേ? രോഗം മാറിയാൽ മാത്രം വിശ്വാസം, പ്രശ്നം തീർന്നാൽ മാത്രം വിശ്വാസം. ഈ വിശുദ്ധ നോമ്പുകാലം നമ്മോട് ചോദിക്കുന്നത് ഇതാണ്: അടയാളങ്ങളില്ലാത്ത വിശ്വാസം നിനക്കുണ്ടോ? വിശ്വാസം അത്ഭുതങ്ങളിലല്ല, വിശ്വാസം വചനത്തിലാണ്. യേശു തമ്പുരാൻ പിന്നീട് അവിടെ അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിലും അവൻ ആദ്യം വചനം നൽകി. നിന്റെ മകൻ ജീവനോടിരിക്കുന്നു എന്ന മറുപടിയോടുകൂടിയ വചനമായിരുന്നു യേശു തമ്പുരാൻ അവന് നൽകിയത്. രാജസേവകൻ എന്തു ചെയ്തു? അവൻ ആ വചനം വിശ്വസിച്ചു. വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. അവൻ വഴിയിൽ അത്ഭുതം കണ്ടില്ല, കയ്യിൽ ഒരു തെളിവുമില്ല. പക്ഷേ അവൻ വചനത്തിൽ വിശ്വസിച്ചു. ഇതാണ് യഥാർത്ഥ വിശ്വാസം. പ്രിയ ദൈവമക്കളെ, ഇതാണ് നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസം കാണുന്നതിലല്ല, കേൾക്കുന്നതിലാണ്. ആമേൻ. വിശ്വാസം കേൾവിയാൽ വരുന്നു എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നത്. വിശുദ്ധ നോമ്പ് കാലത്തിന്റെ ആത്മീയ ചോദ്യം ഈ 11ാം ദിവസത്തിൽ നാം നമ്മോട് ചോദിക്കണം: ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനാണ്? അവൻ എനിക്ക് എന്തെങ്കിലും നൽകുവാനാണോ? അല്ലെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നതുകൊണ്ട്? പ്രിയ ദൈവമക്കളെ, അടയാളങ്ങൾ തേടുന്ന വിശ്വാസം അത് ബാലിശികമായ വിശ്വാസമാണ്. വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം, പക്വതയാർന്നൊരു വിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. വിശ്വാസത്തിന്റെ വളർച്ച അത് ഈ വിശുദ്ധ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം. ഈ വിശുദ്ധ നോമ്പ്
നമ്മെ 3 വഴികളിലൂടെ അവിശ്വാസത്തിലേക്ക് വളർത്തും. ഒന്ന്, ഉപവാസം, അത് ശരീരത്തെ നിയന്ത്രിക്കുവാൻ. രണ്ടാമതായി പ്രാർത്ഥന, അത് ആത്മാവിനെ ഉണർത്തുവാൻ. മൂന്നാമതായി ദാനധർമ്മം, അത് ഹൃദയത്തെ വിശാലമാക്കും. ആമേൻ, ഹല്ലേലൂയ. ഇവയൊക്കെ അടയാളങ്ങൾക്കല്ല, ദൈവസന്നിധിയിൽ നാം ആഴത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായും വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങൾ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ദൈവം ചിലപ്പോൾ നിശബ്ദമായി നിൽക്കും. അത് തമ്പുരാൻ കർത്താവ് നിന്റെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ല, നിന്റെ തലയിലെ ഒരു രോമം കൊഴിയുന്നത് പോലും അവൻ അറിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം അത് വളരുന്നതിന് വേണ്ടിയാണ് തമ്പുരാൻ കർത്താവ് ചില സമയങ്ങളിൽ നിശബ്ദമായി നിൽക്കുന്നത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ കാണുന്നത്. തോമസ് കണ്ടപ്പോൾ വിശ്വസിച്ചു, തൊട്ടപ്പോൾ വിശ്വസിച്ചു. പക്ഷേ യേശു തമ്പുരാൻ പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. ഇന്ന് ദൈവം ചോദിക്കുന്നത്, നീ എന്നെ അത്ഭുതങ്ങൾക്കായാണോ അന്വേഷിക്കുന്നത്, അതോ അടയാളങ്ങൾക്കായിട്ടാണോ നീ എന്നെ അന്വേഷിക്കുന്നത്? ഈ വിശുദ്ധ നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് അടയാളങ്ങൾ ചോദിക്കുന്ന നമ്മുടെ ആ ബാലിശികമായ ഹൃദയം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. മറിച്ച് വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാത്മാവിനെ ഈ വിശുദ്ധ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നാം കേട്ട വചനപ്രകാരം നമ്മുടെ തലകളെ ദൈവം മുൻപാകമണങ്ങി നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ തമ്പുരാനെ, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന നിന്റെ വാക്കുകൾ ഇന്നെൻ്റെ ആത്മാവിനെ തമ്പുരാനെ കുത്തി നോവിക്കുന്നു. കർത്താവേ, എൻ്റെ വിശ്വാസം എത്രമാത്രമുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ സമ്മതിക്കുന്നു. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു. കഷ്ടങ്ങൾ വന്നപ്പോൾ ഞാൻ കരഞ്ഞു. രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ കരഞ്ഞു, അനുതപിച്ചു, പ്രാർത്ഥിച്ചു. തമ്പുരാനെ, അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ നിന്നെ സ്തുതിച്ചു. പക്ഷേ എല്ലാം തമ്പുരാനെ ശാന്തമായപ്പോൾ എൻ്റെ ഹൃദയം വീണ്ടും ലോകത്തിലേക്ക് തിരിഞ്ഞുപോയി. കർത്താവേ, എത്ര തവണ ഞാൻ നിന്നോട് തെളിവ് ചോദിച്ചു. തമ്പുരാനെ, എത്ര തവണ ഞാൻ നിന്റെ സാന്നിധ്യത്തെ സംശയിച്ചു. നിശബ്ദതയിൽ നീ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നുവെങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എവിടെയാണ്? നീ കേൾക്കുന്നില്ലേ? നീ ഇവയൊന്നും കാണുന്നില്ലേ എന്ന എൻ്റെ സംശയത്തിൻ്റെ നിഴൽ പതിച്ച നിമിഷങ്ങൾ, എൻ്റെ ദുർബലമായ വിശ്വാസത്തിൻ്റെ നിമിഷങ്ങൾക്കായി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ക്ഷമിക്കണമേ അപ്പാ. തമ്പുരാനെ, പൊറുക്കണമേ അടിയങ്ങളോട്. രാജസേവകനെ പോലെ ഒരു വാക്കു മാത്രം കേട്ട് തിരിഞ്ഞു പോകുന്ന വിശ്വാസം എനിക്കില്ലായിരുന്നു. ഞാൻ അടയാളങ്ങൾ തേടി, ഞാൻ അത്ഭുതങ്ങൾ തേടി, ഞാൻ ഉറപ്പുകൾ തേടി. പക്ഷേ നീ നിശബ്ദമായി എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. കർത്താവേ, ഇന്നെൻ്റെ കണ്ണുകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുനീരൊഴുകട്ടെ. അഹങ്കാരത്തിൻ്റെ കണ്ണുനീരല്ല, സംശയത്തിൻ്റെ കണ്ണുനീരല്ല, പൂർണ്ണ സമർപ്പണത്തിൻ്റെ കണ്ണുനീർ. കാണാതെ വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അനുഭവിക്കാതെ പോലും നിന്നെ സ്നേഹിക്കുവാൻ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നീ മറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്ന സമയങ്ങളിൽ എൻ്റെ ഹൃദയം കൂടുതൽ ഉറച്ചു നിൽക്കട്ടെ. നീ മൗനമായിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ആത്മാവ് കൂടുതൽ
പ്രാർത്ഥനാനിരതമാകട്ടെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ മുറിവുകളും നിന്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞാൻ വയ്ക്കുന്നു. എൻ്റെ ഭയങ്ങളും എൻ്റെ നഷ്ടങ്ങളും എൻ്റെ മറഞ്ഞിരിക്കുന്ന എല്ലാ വേദനകളും എല്ലാം നിനക്കായി തമ്പുരാനെ നിന്റെ തിരുസന്നിധിയിൽ നിന്റെ കാൽക്കൽ വയ്ക്കുന്നു. നിന്റെ ഒരു വാക്കു മതി കർത്താവേ, എൻ്റെ ആത്മാവിന് സുഖം പ്രാപിക്കും. ഈ വിശുദ്ധ നോമ്പ് കാലങ്ങളിൽ എൻ്റെ ഉള്ളിലെ പഴയ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കുന്നു. പുതിയ വിശ്വാസ ജീവിതത്തിലേക്ക് എന്നെ ഉയർപ്പിക്കണം. എൻ്റെ കർത്താവും എന്നേക്കും എൻ്റെ ദൈവവും നിന്നിൽ മാത്രം വിശ്വാസം ഉറപ്പിക്കുന്നു. നിന്റെ വചനത്തിൽ മാത്രം വിശ്വസിച്ച് അതിൽ തന്നെ സ്ഥിരത പൂണ്ട് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.